for last paper publication and posted for passing final decree. OS 162/2005 അന്തിമ വിധി പറയുന്നതിന് 3 മാസ സമയം അനുവദിച്ചിരിക്കുന്നു. കേസ് 3/5/2012 അവധിക്ക് വെച്ചിരിക്കുന്നു. അങ്ങനെ 7 വർഷത്തെ കാത്തിരിപ്പ് അവസാനിക്കുന്നു. 3 മാസം കഴിഞ്ഞാൽ കോടതിയും സമ്മതിക്കും ഹരിനാരായണൻ എന്നൊരാൾ ഈ ഭൂമുഖത്ത് ജീവിച്ചിരിപ്പില്ലെന്ന്. ഒരു തരത്തിൽ പറഞ്ഞാൽ സിവിൽ ഡെത്ത്. നിയമത്തിന്റെ നൂലാമാലകളൊന്നും ഇനി ബാക്കി ഉണ്ടാവില്ല, അല്ല വക്കീലേ? പിന്നെ ഞാൻ ഈ കൂട്ടം പിടിച്ച് വക്കീലാണെന്ന് പറഞ്ഞ് നടക്കുന്നത് എന്തിനാണെന്താ? ഇപ്പൊ തന്നെ എല്ലാം കഴിഞ്ഞതാ. പിന്നെ ഒരു ഫോർമാലിറ്റി, ഒരു പത്രപരസ്യം, അത്രേ ഉള്ളൂ. ഹരി ജീവിച്ചിരിപ്പില്ലെന്ന് കോടതി വക ഒരു ലാസ്റ്റ് കൺഫർമേഷൻ, തീർന്നു. അതിപ്പോ ഏതെങ്കിലും ഒരു അന്തിപത്രത്തില് ഒരു സ്റ്റാമ്പ് സൈസ്, അത്രയും മതി. പിന്നെ കോടതി എന്നെ പ്രഖ്യാപിക്കല്ലേ. അന്തിമ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയ പിന്നെ എല്ലാം നിങ്ങളുടെ അല്ലേ. ഹരിയുടെ പേർക്കുള്ള 127 ഏക്കർ നിലവും പുരയിടവും എല്ലാം പിന്നീട് അങ്ങോട്ട് തിന്ന് വീറ്റും മൂട്ടിക്കാം. എവിടെ തള്ള അനി? എന്തേ അവന് നാട് കിട്ടോ? ഹരിച്ചു കിടക്കാൻ ഒരു കട്ട്ലർ ഒഴിച്ചിട്ടില്ലേ? വെറുതെയാ, അവൻ ചത്തു. 3 മാസം കഴിഞ്ഞാൽ അത് കോടതിയും സമ്മതിക്കും. പിന്നെ ഇക്കണ്ട മുതല് മുഴുവൻ അവന്റെ അനന്തരാവകാശികള്, അതായത് ഞങ്ങള് അനുഭവിക്കും. ആഹാ, കെട്ടിലമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? ചത്ത് മണ്ണടിഞ്ഞ ഒരുത്തിന് വേണ്ടി വ്രതം നോച്ചിരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയില്ലേ? മതി, നിർത്തിക്കോ. അവൻ ഇനി വരില്ല. നീ വിഷമിക്കണ്ടടി മോളെ, ചത്തുപോയൊരു പോട്ടെ. കാക്കാശിന് വകയില്ലെങ്കിലും എനിക്ക് നിന്നെ ഇഷ്ടമാ. ഞാൻ കെട്ടിക്കോളാടി നിന്നെ. നിന്റെ വീടോ? അത് പണ്ട് എന്റെ ചെറിയച്ഛൻ ഒരു അബദ്ധം പറ്റി നിന്റെ അച്ഛൻ പെങ്ങളെ സംബന്ധം കഴിച്ചത്. ആ ഒരൊറ്റ കാരണം കൊണ്ട് ഈ കാലം അത്രയും വെച്ച് അനുഭവിച്ചില്ലേ ഈ കണ്ട സ്വത്തുക്കൾ മുഴുവൻ? നീയും നിന്റെ ആങ്ങളെയും അതിന്റെ മധുരം തീർന്നറി. ഇനി ഞങ്ങളുടെ കാലവാ. തള്ളേ, കൊച്ചുമക്കളെ വിളിച്ചോണ്ട് ഇപ്പൊ ഇറങ്ങിയാൽ ചത്താ കുഴിച്ചിടാൻ 6 അടി മണ്ണെങ്കിലും തരും. ഇല്ലെങ്കിൽ പഞ്ചായത്ത് വക ചുടല പറമ്പേ കാണൂ. പുഴുത്ത് ചത്ത നിന്റെ തന്ത വിചാരിച്ചിട്ട് സാധിച്ചിട്ടില്ല. പിന്നെ നീ വന്നോണ്ടല്ലേ. അവസാനായിട്ട് പറയ, നിന്റെ പുന്നാരാങ്ങളുണ്ടല്ലോ അനി, അവനോട് പറഞ്ഞേക്ക് ഈ കേസ് തോറ്റു കഴിയുമ്പോ പുതിയ അപ്പീലായിട്ട് എങ്ങാനും വന്നാൽ വെട്ടി അരിഞ്ഞ് ചെളി താഴ്ത്തുന്നു. എവിടോ കിഴവാനി? ഞാനിവിടെ ഉണ്ട്. നീ പേടിച്ച് കവുങ്ങിന്റെ മണ്ടേ കയറിക്കാണ്. പോടാ, എന്റെ പട്ടി പേടിക്കും. ഒന്ന് ആടാണ്ടിരിക്കുക കവുങ്ങ്. അവന്മാര് പേടിക്കും, ഞാൻ പേടിച്ച് പറിക്കുന്നതാണ്. എന്റെ തളപ്പ് താഴേക്ക് വീണുപോയി. ധൈര്യം ഉണ്ടെങ്കിൽ നീ അല്ലെങ്കിൽ മേലേക്ക് എറിഞ്ഞ് താടാ. എന്താ നിനക്ക് ഇപ്പൊ മനസ്സിലായില്ലേ? നിങ്ങളെക്കാളൊക്കെ വളരെ മേലെയാണ് ഞാനെന്ന്. നീ മേലെ തന്നെ ഇരുന്നോടാ. ഒന്ന് അറിയിച്ചിട്ട് പോവാൻ വന്നതാ. കാലം കുറെ ആയല്ലോ ഞങ്ങളുടെ മുതല് വെട്ടിത്തിനാ തുടങ്ങിയിട്ട്. ഇനി നിർത്തിക്കോ. 3 മാസം കൂടിയേ ഉള്ളൂ. കോടതി ഉത്തരവ് കിട്ടിയാൽ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഇതെല്ലാം. പിന്നെ എങ്ങാനും ഇതേ തൊടാ വന്നാൽ വെട്ടി നുറുക്കും ഞങ്ങള്. നീ അങ്ങ് പുളുത്തും. ഇനി 3 മാസം ഇല്ല ആനന്ദാ, നമുക്ക് കാണാം. നീ ഇങ്ങോട്ട് ഇറങ്ങി വാടാ. എന്റെ പട്ടി വരും. ആണാണെങ്കിൽ നീ ഇങ്ങോട്ട് കയറി വാടാ. നിന്റെയൊക്കെ കടം ഞാൻ ഹരിക്ക് മാറ്റി വെച്ചിരിക്കുക. അത് അവൻ തന്നെ തീർത്തോളൂ. നിന്റെ ഹരി തിരിച്ചു വരില്ല. ഇനി വന്നാലും നീ ഒന്നും കാണാനും പോണില്ല. ഇല്ലെങ്കിൽ കാക്ക മലന്ന് പറക്കണം. ഹരി തിരിച്ചു വരും, കാക്ക മലന്ന് പറക്കുകയും ചെയ്യും. നീ ഇങ്ങോട്ട് ഇറങ്ങി വാടാ. ഓ, നിന്നെ ഞാനല്ലേ ആദ്യം വിളിച്ചത്? ലേഡീസ് ഫസ്റ്റ്. നീ ആദ്യം കയറി വാടി. ചേട്ടാ, വൈകുന്നേരം വരെ നിന്നാലും വരും തോന്നല്ലേ? നമുക്ക് പോയാലോ? നീ ഇങ്ങോട്ട് ഇറങ്ങി വരുമല്ലോ, നിന്നെ ഞാൻ എടുത്തോളാം. എടുക്കണേ. പതുക്കെ ഇറങ്ങാം.
ഞാൻ അവന്റെ അമ്മൂമ്മയുടെ തിരുവാതിര കളിക്ക് പൂക്കുലവട്ടം കയറിയതാ. കിട്ടിയില്ല. അല്ല പിന്നെ. പക്ഷെ വന്നപ്പോഴേക്കും അവൻ രക്ഷപ്പെട്ടോളൂ. അല്ലല്ലോ അനിക്കൂട്ടനാണോ അമ്മമാരുടെ കളി? അയ്യോ ഇവര് പോയില്ലേ? പോയില്ലേ? വെറുതെ ഇരുന്നില്ലേ? ഒന്ന് വേഗം ആവട്ടെ അച്ചു, അനിക്കുട്ടന് വിശക്കണുണ്ടാവും. ഒന്ന് ബഹളം വെക്കാതിരി അച്ഛമ്മേ. അനിയേട്ടൻ ടിവിയുടെ മുമ്പിൽ നിന്ന് എണീക്കണമെങ്കിൽ 10 മണിയെങ്കിലാവും. അച്ചു നീ ഇങ്ങോട്ട് വന്നേ. ദേ നമ്മുടെ ഹരി എവിടെ? ടിവിയില്. നിക്ക്, ഞാനൊന്ന് കൈ കഴുകിട്ട് വരാം. വരാൻ. നീ കൈ കഴുകി പൊട്ടുന്നോട്ട് വരുമ്പോഴേക്കും അവനങ്ങ് പോകും. വേഗം നടക്കും. ഇന്നിപ്പോ ടിവിയിലാ. ഈ മാസത്തെ എത്രാമത്തെ കണ്ടെത്തല അനിയേട്ട ഹരിയേട്ടനെ? ഇതങ്ങനെയല്ല, നീ ഒന്ന് കാണ്. ഈ പഞ്ചാബിന്റെ ഉൾനാടൻ ഗ്രാമങ്ങളിലൊന്നിൽ ഒരു കൊച്ചു കേരളം തന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയോ? ഇത് നമ്മുടെ സുബേദയുടെ ലാത്തി ചാർജ് അല്ലേ? ഞാൻ കാണാറുള്ളതാ. അതല്ലടി, നീ നോക്ക്. മലയാളം സംസാരിക്കുന്ന, അതുപോലെ മലയാളികൾ ധാരാളമായി തിങ്ങിപ്പാർക്കുന്ന, ഈവൻ മലയാളം മാതൃഭാഷയായിട്ടുള്ള ഒരു സ്കൂൾ വരെയുള്ള ഈ ഗ്രാമത്തിന്റെ പേര് മല്ലു സ്ട്രീറ്റ് എന്നാണ്. ശരിക്കും ഈ മല്ലു സ്ട്രീറ്റിന്റെ ഉത്ഭവത്തെ കുറിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥ തന്നെയുണ്ട്. 1984 ഇന്ദിരാജി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യ ഒട്ടുക്ക് ഒരുപാട് കലാപങ്ങളുണ്ടായി. അതിന്റെ ചുവട് പിടിച്ച് നമ്മുടെ കേരളത്തിലും ചില ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടായി. അന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് പലായനം ചെയ്ത കുറെ സിഖുകാരും അവരുടെ ആശ്രിതരും അതേപോലെ സഹായികളും ഇവരെല്ലാവരും കൂടെ കുടിയേറി പാർത്ത ഈ സ്ഥലമാണ് മല്ലു സ്ട്രീറ്റ്. കേരളം വിട്ടെങ്കിലും ഇവരാരും നമ്മുടെ മലയാളവും അതേപോലെ തന്നെ കേരളത്തിന്റെ സംസ്കാരവും ഒന്നും മറന്നില്ല. അവരനുഭവിച്ച കേരളം ഇവിടെ പറിച്ചു നടുകയായിരുന്നു. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മല്ലു സ്ട്രീറ്റിലെ മലയാളം മീഡിയം സ്കൂൾ. ഇവരാണ് നമ്മുടെ മലയാളി പഞ്ചാബി കുട്ടികൾ. നമസ്കാരം മക്കളെ. മല്ലു സ്ട്രീറ്റിലെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. ഈ ചായക്കട നേരത്തെ കാണിച്ചപ്പോഴാണ് ഞാൻ ഹരിയെ കണ്ടത്. ചായക്കട അല്ല അനിയേട്ടാ, ദാബ. ഇതാണ് ദാബ. അത് തന്നെ, ഇവിടുത്തെ ചായക്കട, അവിടുത്തെ ദാബ. നീ ആദ്യം ഇത് നോക്ക്. ഇദ്ദേഹം മിസ്റ്റർ വീർ പ്രതാപ് സിംഗ്. ഇവിടെ മല്ലു സ്ട്രീറ്റിലെ പല പ്രധാനപ്പെട്ട ബിസിനസ്സുകൾ ഇദ്ദേഹത്തിൻ്റെതാണ്. നമുക്ക് പരിചയപ്പെടാം. സർ, നിങ്ങൾ കേരളത്തിൽ എവിടെയായിരുന്നു? ഇവിടെ എങ്ങനെ വന്നുപെട്ടു? ജന്മം കൊണ്ട് സിഖുകാരാണെങ്കിലും കർമ്മം കൊണ്ട് ഞങ്ങളെല്ലാം മലയാളികളാ. അവിടെ കൊച്ചിയില് സ്പെയർ പാർട്സ് ബിസിനസ് ആയിരുന്നു. ഇവിടെ എത്ര കുടുംബങ്ങളുണ്ട്? 30ഓളം കുടുംബങ്ങൾ. സാറിന്റെ കുടുംബോ? 5 മക്കൾ. ഭാര്യ മലയാളിയാ. ഇവിടെ ഇപ്പൊ മകനുണ്ട്. അവനാ എല്ലാ ബിസിനസ്സും നോക്കി നടത്തുന്നത്. മകന്റെ പേരെന്താ? ശരിയായ പേര് ഹരീന്ദർ സിംഗ്. പിന്നെ ഇവിടുത്തുകാർ അവനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, മല്ലു സിംഗ്. അതെന്താ അങ്ങനെ ഒരു പേര്? അമ്മ മലയാളി, അച്ഛൻ സിംഗ്. പാതി മലയാളി പാതി സിംഗ്. മല്ലു സിംഗ്. മല്ലു സിംഗിന്റെ കൂടുതൽ വിശേഷങ്ങളായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഇനി ഇറങ്ങാറായില്ലേ? വണ്ടി പോകട്ടോ. അച്ചു ആ എവിടെ? ദാ വന്നു. എന്റെ അനിക്കുട്ടാ, ഒന്നുകൂടി ആലോചിച്ചിട്ട് പോയാ പോരെ? എന്ത്? നീ ആണെങ്കിൽ ജീവിതത്തിൽ ആദ്യമായിട്ടാ തീവണ്ടി കയറണത്. അച്ഛമ്മയൊന്നും പേടിപ്പിക്കാതിരിക്കണ്ടോ? ഇതിപ്പോ ഹരി അന്വേഷിച്ച് നമ്മൾ പൊള്ളാച്ചിക്ക് പോയ പോലെ ആകുമെന്ന് എന്റെ പേടി. അന്ന് ഹരിയാണെന്ന് പറഞ്ഞ് അനിക്കൂട്ടൻ ഒരു കൗണ്ടർ കയറി കെട്ടിപ്പിടിച്ചു. പിന്നെ കൗണ്ടർ മുട്ടുകാല് മടക്കി കയറ്റുന്നതാണ് ഞാൻ കാണുന്നത്. എന്റെ അനിയേട്ടാ, ടിവി കണ്ടത് ഹരിയേട്ടനാണെന്ന് എന്താ ഇത്ര ഉറപ്പ്? ഒരാളെ പോലെ 7 പേരുണ്ടാവുന്നാ പറയുന്നത്. അതാണ് കൽക്കത്തയിൽ താമസിക്കുന്ന തെക്കേലെ ശാരദത്തില്ലേ, അവരെ മകൻ അനിക്കൂട്ടൻ അതേ ചായാണെന്നാ പറയുന്നത്. അതിപ്പോ എന്റെ അച്ഛന് കൽക്കട്ട ഒരു ദൂരമേ ആയിരുന്നില്ല. പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഹിന്ദിക്ക് 10 മാർക്ക് തികച്ചും മേടിക്കാത്ത ചെക്കനാ ഇവൻ. ഈശ്വരാ, എന്തൊക്കെ ആവോ എന്തോ. അച്ഛമ്മയോട് ഞാൻ പേടിപ്പിക്കില്ലെന്ന് പറഞ്ഞിട്ടോ? ഹിന്ദി ഇപ്പൊ അത്ര പ്രശ്നമുള്ള ഭാഷ ഒന്നുമല്ല. നമ്മൾ എത്ര ആളുകൾ എത്ര നാട്ടിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ട്. ശരിക്കും ഇതിപ്പോ പഠിപ്പിച്ചു തരാം. ഒന്നുമില്ല, ഞാൻ പഠിപ്പല്ലാണ്ട് പറഞ്ഞാ മതി. സാരേ ജഹാസെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര. എങ്ങനെ? ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്, എന്നാലും ഒന്ന് പറഞ്ഞു നോക്കിയേ. എന്റെ നാണുവേ, എന്നാ തനിക്കും കൂടി ഒന്ന് പോവായിരുന്നില്ലേ? എനിക്കറിയാം, അതല്ലേ ഞാൻ നേരത്തെ ഹിന്ദി പോലത്താതിരുന്നത്. ഞാൻ പോയാൽ ഇവിടുത്തെ കാര്യസ്ഥ പണി പിന്നെ ആര് നോക്കും? അനിയേട്ടാ, ഹരിയേട്ടൻ പോയിട്ട് ഇപ്പൊ 7 വർഷമാകുന്നു. ഇതുവരെ ഒരു കത്ത് പോലും അയച്ചിട്ടില്ല. അനിയേട്ടന് ഉറപ്പുണ്ടോ ഇത് ഹരിയേട്ടനാണെന്ന്? ഹരിയുടെ ഒരു നിഴല് പോലും എനിക്ക് തിരിച്ചറിയാനാവും. എവിടെ പോയി ഒളിച്ചാലും അവനെ ഞാൻ തിരിച്ചുകൊണ്ടുവരും. നീ വിഷമിക്കണ്ടടി, ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാം.
മലയാളം ഹിന്ദി ഭാഷാ സഹായി. ചേട്ടാ എത്ര 150. എന്നാലും കുഴപ്പമില്ല, വലിയ ഉപകാരമായി. അതാ ഇതാ ട്രെയിൻ നേരത്തെ എത്തിയോ? ചേട്ടാ വേഗം വേഗം ആദ്യം കയറി സീറ്റ് പിടിക്കണം. സോറി, ഞാൻ ഒന്ന് കയറിക്കോട്ടെ. ഒന്ന് മാറോട്, ഞാനൊന്ന് അവിടുത്തെ കയറട്ടെ. അയ്യോ വണ്ടി വിട്ടു. ഒന്ന് മാറോ ചേട്ടാ. പോലെ കഴിഞ്ഞോ? ഇനി ആരും ഇല്ലല്ലോ. भैया 2 बजी देना. ബജി വട വേണ്ട, കാശ് കൊടുക്കേണ്ടി വരും. അമ്മേ കമ്പി. Hey, I think it's here. ഇത് എവിടേക്ക് പോകുന്നു? Oh no. ഹായ്, ഞാൻ കണ്ടോട്ടെ. I don't think it's going well. ഈശ്വര. Excuse me. എന്താ? മലയാളിയാണല്ലേ? അതെ, എങ്ങനെ മനസ്സിലായി? ആ നോട്ടം കണ്ടപ്പോ മനസ്സിലായി. കുട്ടിയെ മലയാളിയാണോ? അല്ല, മലയാളം അറിയില്ല? ഒട്ടും അറിയില്ല. അയ്യോ. It's too good, yaar. Yeah, it is. चपाती ले लूं पूजा? Okay. ചപ്പാത്തി കഴിക്കുന്നു? വേണ്ടേ. छोड़ना यार, हमको क्या? കഴിക്കടി, നിനക്കൊക്കെ ആജീർണം പിടിക്കൂടി, ആജീർണം. ये क्या है? बैठने तो दो, तो हम भी बैठेगा ना उसमें. अरे वही तो നിങ്ങൾ बोलो. എന്താ അക്രമി കാണിക്കണേ? ഇത് ഇവരുടെ സീറ്റ് അല്ലേ? अरे आप भी जाने का, हमको भी जाने का है. अरे समझा रहे सीट है. सबसे समझ नहीं रहे हो. अरे आप कहाँ से जाने के लिए? ये क्या? आपका बाप का ट्रेन है क्या? अरे समझा रहा तो हम माफ कर देने तो क्या करने? ये क्या है ये सीट? ये आपका बाप का ट्रेन नहीं हमारे है? बाप का है, वही तो बोल रहा हूँ. हाँ. क्या करता है? हाँ? ലഡ്കി ഹൂ मैं പോലീസ് को വിളിക്കും है. ये कौन सी भाषा बात कर रहा है? വിളിക്കുന്നുണ്ട് ഹിന്ദി. बोल पुलिस को बोलू. हाँ? पुलिस को बुलाएगा? करेक्ट. बुला पुलिस को, बुला. മതി. നോ प्रॉब्लम नहीं की. വേണ്ടാന്ന്. बोल देखा, ये खामोश हो गया अभी अभी. क्या है अभी? क्या? എന്റെ അടുത്താ കളി. എവിടെ? हम भी मार सकते हैं. तुम्हें देखना है? നമുക്ക് തല്ലി മേടിക്കേണ്ട ഒരു കാര്യമില്ല. അനക്കൊന്നുമില്ലല്ലോ. കൊന്നോ? ഹൈ, മൊത്തം വയറിംഗ് ആണല്ലോ. ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കാം. എന്താ പേരെന്താ? പേര് പൂജ. നമ്പർ ചോദിക്കണ്ട, തരില്ല. പേരറിയണമെന്നില്ല, പറയണ്ട. എന്നാ പിന്നെ കിടക്കല്ലേ? തിരിഞ്ഞു കിടക്കാം, ആരോഗ്യത്തിന് അതാ നല്ലത്. പട്ടിയാല ഇറങ്ങണമെന്ന് പറഞ്ഞില്ലേ? സ്ഥലം എത്തി. ഈ പഞ്ചാബ് മൊത്തം സിക്കാരാണല്ലോ. ഒറ്റ ഇന്ത്യക്കാരൻ പോലും ഇല്ലേ? ഇവരോട് ചോദിക്കാം.
അത് ചേട്ടന്മാരെ എനിക്ക് ഈ മല്ലു സ്ട്രീറ്റ് അത് ചായ എവിടെ കാതിനി അതായത് മല്ലു സ്ട്രീറ്റ് അത് എനിക്ക് പോണം കിതർ अरे पागल है क्या? എങ്ങനെ क्या बोला? हमको समझ में नहीं आता. चल जा जा. ശരി ഇപ്പൊ ഞാനായി കുറ്റക്കാരൻ. ഈ പുസ്തകം മൊത്തം അച്ചടി പശാണെന്നാ തോന്നണേ. हम भी गाड़ी में आए है? ठीक है हम प्रोग्राम करके आ रहे हैं चंडीगढ़ में का हम गाड़ी में हैं ഒയ്യോ ഇതേപോലെ ഒരു കുട്ടി ട്രെയിനിലുണ്ടായിരുന്നു. ഇതേ കണ്ണ് ഹൈ, ഇതേ മൂക്ക് ഹൈ, ഇതേ മുഖം ഹൈ, പക്ഷെ വേഷം ഇത് നെഹി നെഹി. हेलो नंबर എടുക്കല്ലേ അയ്യോ കുട്ടി തന്നെയായിരുന്നോ? ഇതിനിടയ്ക്ക് വേഷവും മാറിയോ? അതായത് സത്യത്തിൽ എന്റെ ഹിന്ദി ഇവിടെ ഒറ്റ ആൾക്ക് മനസ്സിലാവണില്ല. കുട്ടിക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? എനിക്ക് മല്ലു സ്ട്രീറ്റിലേക്കാ പോകേണ്ടത്. അതിപ്പോ എങ്ങനെയാന്ന് പറഞ്ഞാൽ മാഷക്കൊരു ബുദ്ധിമുട്ടാവില്ല. ഞാനെങ്കിൽ പോയിക്കോളാം. എന്തേ? ഞാനും അങ്ങോട്ടാ. അയ്യോ എനിക്ക് വയ്യ. എന്റെ മാഷേ ഈ പൊരുത്തം എന്ന് പറഞ്ഞ ഇതിനെയാ. മല്ലു സ്ട്രീറ്റിൽ എവിടെയാണ്? ആ വണ്ടി അങ്ങോട്ടാ, അതി കയറിക്കോ. കാളവണ്ടിയോ? ആ ഡ്രൈവർ ദാ ഈ ബാഗ് കൂടി വെച്ചോളൂ. ഞങ്ങൾ ഒരുമിച്ചാ വന്നത്. മേരാ പ്യാരി പ്യാരി. ഹിന്ദിക്കാരനാ, പാവത്തിന് മനസ്സിലാവണ്ടേ? ഫ്രണ്ട്സ് ആണെന്ന്. പ്യാരി പ്യാരി അത് തന്നെ. ഏക് മിനിറ്റ് ഇപ്പൊ വരാം. 100 5 ഇത് വെച്ചോളൂ. വെച്ചോളൂ, ബാലൻസ് ഒന്നും വേണ്ട. ബാലൻസ് ജായേ 5 രൂപ കൊടുത്തു. പാവങ്ങളാ, ഈ വേഷം കെട്ട് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒന്നും നമ്മൾ പിശിക്കിട്ട് ഒരു കാര്യമില്ല. വരൂ. സത്യത്തിൽ കുട്ടിക്ക് എന്നെ അറിയാഞ്ഞിട്ടാ. ഇത്തരം കാര്യങ്ങളിൽ ഞാൻ കാശ് നോക്കാറില്ല. കുടുംബമായിട്ടതെ ഞങ്ങൾ വലിയ ദാനധർമ്മികളാ. ലക്ഷ്മി എങ്ങനെ പോവാ? ഞാൻ ഈ സഹകരണ സംഘം വരെ ഒന്ന് പോവാ. ഒരു ലോൺ കൊടുക്കണ്ടെന്ന് കേട്ടു. ഈ മോട്ടറിന്റെ സഹകരണ സംഘത്തിൽ നിന്നല്ലേ കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് വികലാംഗർക്കാ. ആരെങ്കിലും തല്ലി കയ്യും കാലും ഒടിച്ചാ കിട്ടും. അത് നിന്റെ അച്ഛന് വാങ്ങിച്ചു കൊടുക്കട്ടാ. പോടാ അവിടുന്ന്. അനിക്കുടാ ഒന്ന് മാറിയടാ. ഞാൻ കറക്കാം. എങ്ങനെ? കണ്ടപ്പോ ഒരു കൊതി. എന്ത്? മുലക്കി പിടിച്ച് നിന്റെ അത്രയും പരിചയമില്ല. ഞാനൊന്ന് നോക്കട്ടാ. മാറും ഗോമാതാവേ. പതുക്കെ പശുവാട്ടോ. അയ്യോ അയ്യോ എന്തിനാ ഹരിയായിട്ട് അറിയാത്ത പണിക്ക് പോയത്? കറന്നു വെച്ച പാലം പോയി. ഇനി അച്ഛന്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടും. നോക്കിക്കോ. ആർക്കായാലും ഒരു മോഹം ഉണ്ടാവില്ലേടി? എന്ത്? എന്തിന്? പശുവിനെ കറക്കാനേ. ഇവിടെ കറക്കിക്കൊണ്ടിരുന്നോ? അറിഞ്ഞോ, നാളെ എന്നെ ഒരു കൂട്ടർ കാണാൻ വരുന്നുണ്ട്. അച്ഛൻ നാണുവാശനോട് പറയുന്നത് കേട്ടതാ. വലിയ തറവാട്ടുകാരാണത്ര. നല്ല ജോലി, കാണാനും സുന്ദരൻ. പിന്നെന്ത് വേണം? കെട്ടടി നീ. ആ അത് തന്നെയാ നല്ലതെന്നാ എനിക്കും തോന്നുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മൂത്ത് നിറച്ച് പോവേ ഉള്ളൂ. ഇങ്ങോട്ട് വന്നേ. നീ എന്തിനാ വിഷമിക്കണേ? നമ്മളീ കല്യാണം കലക്കുണ്ടാ. അതല്ല ഈ കല്യാണാലോചന. എങ്ങനെ? ഞാൻ വഴി പറഞ്ഞു വരാം. ഭയങ്കര ബുദ്ധിയില്ല എനിക്ക്. നല്ല വീട്, വെറുതെ ആലോചന മുടക്കണോടാ. എങ്ങനെ? വെള്ളയുടുപ്പും കണ്ണാടി, കണ്ടിട്ടൊരു മാഷിന്റെ ലുക്കുണ്ട്. ആരാ? മനസ്സിലായില്ല. ഞങ്ങൾക്കും. നിങ്ങൾക്കാരെയാ കാണേണ്ടത്? തുടങ്ങിക്കോ. ഈ ഗംഗാധര മാഷ്. അത് ഞാൻ തന്നെയാ. വരൂ ഇങ്ങോട്ടിരിക്കാം. വരൂ ഇങ്ങോട്ടിരിക്കാന്ന്. ഓ ഐശ്വര്യമായിട്ട് മുടക്കിട്ട് വരാം. മാഷോടെ ഇരുന്നോളൂ. ഇരുന്നോളൂ. ഹൈ ഇരുന്നോളൂ. ഈ റിട്ടയറായ ഗംഗാധര മാഷ് തന്നെ അല്ലേ? അതെ. വേണുവിന്റെ അച്ഛൻ? അതെ. ഭാര്യ ഇപ്പോഴും ഗോമതി അമ്മ തന്നെ അല്ലേ? അതെയല്ലോ. നിങ്ങൾക്ക് എന്താ കുട്ടികളെ വേണ്ടത്? വീടും ആളും മാറിപ്പോയില്ലെന്ന് ഉറപ്പുവരുത്താനാ. വന്ന കാര്യം പറഞ്ഞില്ല. വന്ന കാര്യം പറഞ്ഞില്ല. പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ചളാക്കല്ലേ, കാര്യം പറ. ഞാൻ വിനു, ഇത് സുഖു. അങ്ങ് മണ്ണാന്തൊടിയിലെ വീടേ. ഗംഗാധര മാഷ് വിചാരിച്ചാൽ 2 ആത്മഹത്യ ഒഴിവാക്കാം. മനസ്സിലായില്ല. മനസ്സിലായില്ലെന്ന്. ഞാൻ സുഖു, അങ്ങ് മണ്ണാന്തൊടിയിലെ വീടേ. അത് പറഞ്ഞല്ലോ. അത് പറഞ്ഞല്ലോ.
മാഷിന്റെ മോൻ കല്യാണം കഴിക്കാൻ പോണ അശ്വതിയുമായി ഞാൻ അഗാധമായ പ്രണയത്തിലാണ്. എന്തും സംഭവിക്കാം. ദുർബലനാണ് മാഷേ, എന്തും ചെയ്തു പോകും. അരുത് കുട്ടി, അവിവേകം കാണിക്കരുത്. എന്തിനും ഒരു പരിഹാരം ഉണ്ടാകുമല്ലോ. ആലോചനയുമായി ചെന്നു എന്നുള്ളത് ശരിയാ, പക്ഷെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. തീരുമാനിക്കരുത്, അപേക്ഷയാണ്. അപേക്ഷയാണ് മാഷേ, അപേക്ഷയാണ്. എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട് വാടാ. ശരി സുഗു, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ എനിക്ക് ഭയങ്കര ബുദ്ധിയാണ്. ഇനി ഇതേപോലെ ബുദ്ധി വേണ്ട കാര്യങ്ങൾ നീ എന്നോട് ചോദിച്ചിട്ട് ചെയ്താൽ മതി. കൊന്നുകളയി ഞാൻ. സ്വന്തം പെങ്ങടെ കല്യാണം മുടക്കാൻ പോയേക്കണു. പെങ്ങളെ കെട്ടാൻ എന്ത് യോഗ്യതാടാ ഇവനുള്ളത്? നിന്റെ കൂടെ കളിച്ചു വളർന്നതോ? ആർക്ക് കൊടുത്താലും വേലയും കൂലിയില്ലാത്ത നിന്നെ പോലൊരുത്തിന് തരില്ല ഞാൻ എന്റെ മോളെ. പള്ളിമുറ്റത്ത് തോർത്ത് വിരിച്ചിരിക്കുന്ന തെണ്ടിക്കൊണ്ടല്ലോടാ പറയാനൊരു പണി. നിനക്കെന്താ ഉള്ളത്? എന്താടാ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? നിനക്കിനി വല്ല പൂതി മനസ്സിൽ കയറിയിട്ടുണ്ടോടി? ഉണ്ടെങ്കിൽ അങ്ങ് മറന്നേക്കണം, അതാ എല്ലാവർക്കും നല്ലത്. ഇനി ഇവന്റെ കൂട്ടും കൂടി ഇതുപോലെ വല്ല പോക്കരുത്തരത്തിനും പോയിന്ന് ഞാൻ അറിഞ്ഞ വേട്ടി നുറുക്കിക്കളയും ഞാൻ. അവനെ ഒന്നും പറയണ്ട, എല്ലാത്തിനും കാരണം ഞാൻ നിർബന്ധിച്ചിട്ടാവും വന്നത്. എന്തിനാണാവോ? ഇവക്ക് വേറെ കല്യാണാലോചന എന്ന് കേട്ടപ്പോ വിളിച്ചിറക്കിക്കൊണ്ട് പോവാനാ ആദ്യം തോന്നിയത്. പിന്നെ എന്താ വേണ്ടാന്ന് വെച്ചത്? വിളിച്ചിറക്കിക്കൊണ്ട് പോവായിരുന്നില്ലേ? നീ പോവില്ല, നിനക്കറിയാം പോയ പട്ടിണി കിടന്ന് ചാവൂന്ന്. എടാ, ആദ്യം ആണുങ്ങളെ പോലെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ത്രാണി ഉണ്ടാക്കി, എന്നിട്ട് വന്ന് പെണ്ണ് ചോദിക്കും. അപ്പൊ ആലോചിക്കാം കല്യാണക്കാര്യം. പിന്നെ താൻ തോന്നിത്തരം കാണിക്കാനാണെങ്കിൽ ഇനി ഇവിടെ നടക്കില്ല, വേറെ സ്ഥലം നോക്കിക്കോണം. ഹരിക്കൂട്ടാ, എന്താ ഈ കാട്ടണത്? കുറച്ച് കാശ് വേണം. ഒരു ജോലി കിട്ടുന്നവരെ പട്ടിണി കിടക്കാൻ പറ്റില്ല. ഹരി, നീ എങ്ങനും പോണില്ല. തടയണ്ട, ഞാൻ തീരുമാനിച്ചു. നീ പേടിക്കണ്ട, ഞാൻ തിരിച്ചു വരും. നിന്റെ അച്ഛൻ പറഞ്ഞ യോഗ്യതകൾ നേടി കഴിയുമ്പോ അമ്മാവനോട് പറഞ്ഞേക്ക് ഈ പൈസക്ക് കണക്ക് വെച്ചോളാം. പലിശ സഹിതം തിരിച്ചു കൊടുത്തോളാം. എന്നാലും അത്രയും പറയണ്ടായിരുന്നു. ഒന്നുമില്ലേലും അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയല്ലേ. എല്ലാം പറഞ്ഞതുപോലെ ഒരു തെളിവ് അവശേഷിപ്പിക്കരുത്. ഇന്ന് തന്നെ തീർക്കണം നായിന്റെ മോനെ. എന്നാ ശരി. നാണു, താൻ വെളുപ്പിന് എഴുന്നേറ്റ് പോര്. വെള്ളം തിരിക്കാൻ അനി വന്നോളൂ. വേണ്ട, ഞാൻ ചെയ്തോളാം. നാളെ കടയിൽ പോകാനുള്ളതല്ലേ അനിക്കുട്ടന്. 100 ആയുസ്സാ അനിക്കുട്ടന്. എന്താടാ, എന്തു പറ്റി? ഹരി പോയി. പോവേ? എങ്ങിട്ട്? അറിയില്ല, ഇനി വരില്ല. എന്തിനാണ് അച്ഛ എല്ലാരും ഇങ്ങനെ വേദനിപ്പിക്കണേ? അതുകൊണ്ട് എന്ത് സുഖം അച്ഛനെ കിട്ടണേ? ഇനി ഇതെല്ലാം വെട്ടിപ്പിടിച്ച് സ്വന്തം മക്കൾക്ക് തരാനാണ് മോഹമെങ്കിൽ അച്ഛനെ തെറ്റി. ഹരിക്ക് അവകാശപ്പെട്ട ഒരു പിടി മണ്ണ് പോലും ഞങ്ങൾക്ക് വേണ്ട. നീയും അച്ഛൻ അങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത്? നിന്റെ അച്ഛൻ ആരെയും ചതിച്ചിട്ടില്ല. ഗോവിന്ദൻകുട്ടി പറയുന്നത് പോലെ എന്റെ കയ്യിൽ ഒരു പവർ ഓഫ് അറ്റോർണി ഇല്ല. ഈ കാണുന്നതെല്ലാം ഹരിയുടെയാണ്. ഞാൻ വെറും കാവൽപ്പട്ടി. അവൻ നന്നാവാൻ വേണ്ടി മാത്രമേ ഞാൻ ഓരോന്നും പറഞ്ഞിട്ടുള്ളൂ. ഈ കാണുന്നതൊക്കെ അവന്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. അതൊന്നും അന്യാധീനപ്പെട്ടു പോകരുത് എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പിന്നെ അച്ചു, അവള് ഹരിക്കുള്ളതാ. അത് ഹരിയുടെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പേ ഞാൻ കൊടുത്ത വാക്കാ. മണ്ണ് വിറ്റ് എത്ര നാൾ ജീവിക്കാൻ പറ്റും? അവനൊരു ജോലി വേണം, സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റണം. അത്രേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അവനിൽ ആ വാശി ഉണ്ടാക്കാനാ ഞാൻ ഓരോന്ന് പറയുന്നത്. നീ വിഷമിക്കണ്ടടാ, അവൻ എവിടെ പോവാനാ? ഞാൻ വിളിച്ച അവൻ വരും. നീയും അവനും എനിക്കും ഒരുപോലെയല്ലേ? വീട്ടിലേക്ക് ചെല്ല. അവിടെ അമ്മ അച്ചു ഒറ്റയ്ക്കാ, അവര് പേടിക്കും. പൊയ്ക്കോ, ഞാൻ ഹരിയെ വിളിച്ചുകൊണ്ട് വരാം. പൊയ്ക്കോ.
ഹരി എടാ അവിടെ നിൽക്കാൻ. നിന്നോട് അവിടെ നിൽക്കാനാ പറഞ്ഞത്. എടാ അവിടെ നിൽക്കാൻ. ഹരി എടാ എടാ നിന്നോട് അവിടെ നിൽക്കാനല്ലേ പറഞ്ഞത്. എടാ വേണ്ട. ഞാൻ പറഞ്ഞ അനുസരിച്ചില്ലേ നീ? എടാ ഞാൻ പറയുന്നത് കേൾക്കാൻ. ഇനി ഇതേപോലെ ഒരു അവസരം കിട്ടില്ല. ഒരുമിച്ച് തീർത്ത് കളയണം രണ്ടിനെയും. എന്താടാ എന്നെ എത്ര നന്നായി ചെണം. അടുത്ത് എരുമയെ വളയ്ക്കാനുള്ള പരിപാടിയാണല്ലേ? നാണം കെട്ടവൻ. കേറ്റ് കളയും. ഇപ്പൊ തലയും കുറിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്തൊക്കെയായിരുന്നു മല്ലുവിന്റെ പെങ്ങന്മാര്, എന്റെയും പെങ്ങന്മാര്. അവരാരെങ്കിലും നോക്കിയാൽ കലിപ്പ് തീരുണ്ടോ ദൈവമേ. അവന്റെ മോന്ത കണ്ടില്ലേ? ഈ എരുമയെ കൊണ്ട് ചവിട്ടിപ്പിക്കണ്ട പന്നി. പറ്റിപ്പോയടാ. വേണ്ട വേണ്ട നീ ഞാൻ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ആര്? ഞാൻ തന്നെ ഇഷ്ടപ്പെട്ടു പോയടാ. അതുകൊണ്ട് അയ്യടാ ഇഷ്ടപ്പെടാൻ പറ്റിയ മുതല്. ഞങ്ങള് പറഞ്ഞ കാര്യത്തിന് നടപടി ഉണ്ടോന്ന് പറ. ദാ, നിനക്ക് ഇവനെ മല്ലുവിന്റെ വീട്ടിൽ കയറ്റാൻ പറ്റുമോ ഇല്ലയോ ഇപ്പൊ പറയണം. ഇവനെയാ? ഇവനെ ഞാൻ എന്ത് വിശ്വസിച്ച് അവിടെ കേറ്റും? നീ ഇതുമല്ലെങ്കിലും ബാക്കിയുള്ളവരൊക്കെ എന്റെ പെങ്ങന്മാരില്ലടാ. എടാ, ഇവനെ ഞാൻ ചവിട്ടിന്ന് എടാ, തെണ്ടിത്തരം കാണിച്ചു. ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇവന്റെ കാര്യം ഇപ്പൊ തന്നെ ഞാൻ മല്ലുവിനോട് പറയും. അയ്യോ പറയരുത്, തൊടയെ പിടിക്കരുത്. എങ്ങനെയെങ്കിലും ഞാൻ ഈ തന്റെ മല്ലുവിന്റെ വീട്ടിൽ കയറ്റാം. അങ്ങനെ വഴിക്ക് വാടാ. എടാ, ഇവൻ പറഞ്ഞ പോലെ അവൻ ഹരിയാണെന്ന് അറിഞ്ഞാൽ രണ്ടുണ്ട് കാര്യം. ആ മലയാളി മോനെ കുഴിച്ചീർത്ത് ഇടിക്കുകയും ചെയ്യാം, അവള് വരെ ഈസി ആയിട്ട് കെട്ടുകയും ചെയ്യാം. നമ്മുടെ എല്ലാ പ്രോബ്ലം നീ എന്ത് പണി ചെയ്യും? എന്ത് പണിയും ചെയ്യും. ഇവിടെ ഇപ്പൊ പണിന്ന് പറഞ്ഞ കന്നുകാലികളെ നോക്കാനാ ആളെ വേണ്ടത്. ഇവറ്റയൊക്കെ പുല്ല് കൊടുക്കാനും മറ്റും. ഹൈ, നാൽക്കാലികൾ എന്റെ ജീവനാണമ്മേ. എന്റെ സ്വന്തം കൂടപ്പറപ്പുകൾ. അവരുടെ കാര്യങ്ങൾ നോക്കി കഴിയാന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു പുണ്യമുണ്ടോ? ഇവന്റെ അച്ഛൻ ഭയങ്കര കറവക്കാരനല്ലേ? ഇവനും ഇവരുടെ നാട്ടിലെ പേര് കേട്ട കറവ കുടുംബമല്ലേ? എന്നാലും ഹരീന്ദ്രനോടൊന്ന് ചോദിക്കാതെ എങ്ങനെയാ? ദേ പപ്പനറിയാം, ഇവിടെ ഈ പെൺകുട്ടികൾ ഉള്ളതുകൊണ്ട് ആണുങ്ങളെ ജോലിക്ക് വെക്കാൻ അവന് ഇഷ്ടമല്ല. എല്ലാവരെയും പപ്പനെ പോലെ വിശ്വസിക്കാൻ പറ്റുമെന്നാ അവൻ ചോദിക്കുന്നേ. ഈ പപ്പനെ പോലെ തന്നെ അമ്മയ്ക്ക് എന്നെയും വിശ്വസിക്കാം. അമ്മ പറഞ്ഞ ഹരീന്ദ്ര സമ്മതിക്കും. എന്റെ അകന്നൊരു ബന്ധുവാ, ഒളിച്ചു പോയ അമ്മായിയുടെ മോൻ. ആ നോക്കട്ടെ. നീ വന്നേ പറയട്ടെ. എടാ, അമ്മ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ നടന്നു തന്നെയാണോ? പക്ഷെ എനിക്ക് നിന്നോട് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഇവിടുത്തെ പെമ്പിള്ളാരെ കണ്ടാൽ അറിയാതെ പോലും നീ ഒന്ന് നോക്കിപ്പോരുത്. ഇനി അഥവാ അവരെന്തെങ്കിലും സംസാരിക്കാൻ വന്നാൽ കമാന്നൊരു അക്ഷരം മിണ്ടരുത്. ജപ 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 പൊട്ടനെ പോലെ അങ്ങ് നിന്നേക്കണം. മനസ്സിലായോ? മനസ്സിലായി. നമ്മുടെ പഞ്ചാബി ഹൗസിലെ ദിലീപേട്ടനെ പോലെ. അതാരാ? എന്റെ അമ്മായിയുടെ മോന. ഓ, പക്ഷെ മറ്റേ പാട്ട് പാടാലോ. സോനരേ സോനരേ സൊന്നുനിലാവ് തെളിഞ്ഞില്ലേ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവനെന്താ ഭ്രാന്തായ? ചാണകം ചവിട്ടിന്ന് തോന്നുന്നു. അത് ചവിട്ടിക്കോ, മല്ലു ചവിട്ടാൻ നോക്കിയാ മതി. ഇത് കണ്ട, ഇത് മുഴുവൻ ഗോതമ്പോടാ. നീ പണിയെടുത്ത് മരിക്കും മോനെ. പറന്നു നിന്നോണം. അമ്മ എന്താ ഒന്നും പറയാത്തെ? ആരാ എന്താന്നൊക്കെ അറിയാതെ ആരെന്തു വന്ന് ചോദിച്ചാലും സമ്മതിച്ചോളൂ. ഒരുത്തനൊരു ജോലി വേണേ പപ്പനാദ്യം എന്നോടല്ലേ ചോദിക്കേണ്ടത്? അവനറിയാൻ നടക്കില്ലെന്ന്. പണ്ട് ഇതുപോലെ ഒരുത്തന് ജോലി കൊടുത്തത് അമ്മ മറന്നിട്ടില്ലല്ലോ. കൊടുക്കൻ ഞാൻ അവനെ ചവിട്ടി പുറത്താക്കേണ്ടി വന്നു. ഇത് അങ്ങനെയല്ലടാ മോനെ. അവനെ കണ്ടാലറിയാം, പാവം പയ്യനാ. ഒരു നിവർത്തിയില്ലാത്തോണ്ടല്ലേ മറ്റൊരാളുടെ വീട്ടില് ജോലിക്ക് വരണത്. മുറ്റത്ത് വന്ന് ചോദിക്കുമ്പോ എങ്ങനെ വയ്യാന്ന് പറയാ? അതും ഒരു മലയാളി. അമ്മ ഇങ്ങനെ ഒരു പാവമായി പോയല്ലോ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി ഇഷ്ടം പോലെ അയക്കോ. എന്നിട്ട് അവനവിടെ? എന്താ? എന്റെ മാഷെ, നമുക്ക് എല്ലാ ജോലിയും ചെയ്യാൻ പറ്റണം.
എല്ലാം പഠിച്ച് പാസ്സായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ തന്നെ ഇത് നോക്കിയേ, ഞാൻ ഈ കോണമി ഇങ്ങനെ ബുദ്ധിപൂർവ്വം ബാലൻസ് ചെയ്ത് നിൽക്കുന്നത് സർക്കസ് പോയിട്ടാ അല്ല. അതാ പറഞ്ഞേ, എന്നെ പോലെ സാഹസികമായ കാര്യങ്ങൾ ചെയ്താൽ പിന്നെ നമുക്ക് എല്ലാവരും ഞെട്ടിക്കാൻ പറ്റും. ഉദാഹരണത്തിന് കുട്ടി നോക്കൂ, ഇതാ നോക്കൂ, ഇതിങ്ങനെ പതുക്കെ ഇതിനകത്തോട്ട് ഇടാൻ നേരത്തെ നമ്മുടെ ഒരിക്കലും നീ എന്താടാ പറന്നു നടന്നാണോ ജോലി ചെയ്യുന്നത്? ഈ പപ്പൻ പറഞ്ഞായിരുന്നേ ജോലി ചെയ്യുമ്പോ പറന്ന് നിക്കണമെന്ന്. അതാ പശുവിനെ നോക്കാൻ വന്നവൻ ആ ജോലി മാത്രം ചെയ്താ മതി. അന്ന് കേറിയില്ല, അതിനു മുമ്പ് കിടപ്പുമുറി വരെ എത്തില്ലോടാ. അയ്യോ, ഇത് ഈ കുട്ടിയുടെ കിടപ്പുറിയാ? സത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ആണോ? കേറി പോടിയാത്ത്. ബേട്ടാ, ഇവിടെന്താ ചക്ക വീണ പോലെ ഒരു ശബ്ദം കേട്ടത്? അയ്യോ, ചക്കയല്ല, ഞാനാ വീണത്. ഈ ബൾബ് മാറ്റിയിടാൻ വേണ്ടി വീണതാ. ആഹാ, എന്നിട്ട് ബൾബ് മാറ്റിയോ? ഇല്ല, അത് ഈ വീണപ്പോ പറന്നുപോയി. അതാ. പറന്നു പോവേ? മനസ്സിലായില്ലേ? അമ്മയെ തലയ്ക്ക് സ്ഥിരതയില്ലാത്തവരെയൊക്കെ പിടിച്ച് പണിക്ക് വെച്ചാ ഇങ്ങനെ ഇരിക്കും. ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, നിന്റെ സേവനം ഫാമിൽ മതി, വീട്ടിൽ വേണ്ട. പേടിക്കണ്ട, കാണുന്ന ചൂടേ ഉള്ളൂ, പാവാ. കണ്ട അമ്മയുടെ മോനാണെന്ന് പറയേയില്ല. ശരിയാ നീ പറഞ്ഞത്. എല്ലാരും പറയും അവന് ചാച്ചിയുടെ അതേ ചായയാണെന്ന്. എങ്ങനെ വേണമെങ്കിൽ തിന്നാ മതി. മല്ല് പറഞ്ഞ കേട്ടില്ലേ, നിന്റെയൊക്കെ കാര്യം മാത്രം നോക്കിയാ മതിയെന്ന്. എന്റെ പട്ടി നോക്കും. എരുമയുടെ സ്വഭാവം ഇവിടെ കാണിക്കരുത് കേട്ടാ. നിനക്ക് എന്തിന്റെ കുറവാ ഇവിടെ? മര്യാദക്ക് തിന്നാനാ പറഞ്ഞത്. ഒരുമാതിരി എന്റെ ക്ഷേമ പരീക്ഷിക്കരുത്. ഇപ്പൊ ശരിയാക്കി തരാം. തിന്നണ്ട, ഞാൻ നിനക്ക് ഉരുട്ടി ഉരുട്ടി വായിലോട്ട് വെച്ചു തരാം. എടാ അനി, നീ കുറച്ച് സാധനങ്ങളൊന്ന് ചന്തയിലെത്തിക്കണം. ഇയാളെ കൊണ്ട് ഓടും. എടാ, എനിക്കിവിടെ 100 കൂട്ടം പണികളില്ലേ. എന്ത് ചെയ്യാം, ഞാൻ മല്ലുന്റെ വിശ്വസ്തനായി പോയില്ലേ. എന്താ ആലോചിക്കുന്നത്? ഒന്നും ആലോചിക്കണ്ട, ഒന്നും ആലോചിക്കണ്ട. പെട്ടെന്ന് വണ്ടി ഇവിടെ കിടക്കല്ലേ. അതവിടെ ഇട്ട് പുല്ലുമായിട്ട് രാവിലെ അങ്ങ് ഇറങ്ങിക്കോളും. ചെല്ല്, ചെല്ലടാ. എന്താ, എന്തിനാ വിളിച്ചേ? ഞാനേ നാട് വിട്ടാലോ ഒന്ന് ആലോചിക്കാം. പതുക്കെ പറ പെണ്ണേ. ഒറ്റയ്ക്കല്ല, നിന്നെ കൂട്ടി. കാര്യങ്ങളൊക്കെ എന്റെ കൈവിട്ടു പോവുകയാണോ എന്ന് എനിക്കൊരു സംശയം. എന്ത് പറ്റി? ഒന്നെങ്കിൽ നിന്റെ ഭൈ എന്നെ തല്ലിക്കൊല്ലും, അല്ലെ അവന്മാരെല്ലാം കൊണ്ട് എന്നെ തല്ലിക്കൊല്ലും. രണ്ടായാലും തല്ലുറപ്പാ. അയ്യോ, അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് മതിലി ചാടി പോവാടി. അതാവുമ്പോ എനിക്ക് നല്ല പരിചയമാ. ദീദി, ദീദി, ദീദി. വിട്ടോ, ആരും കാണണ്ട, ഞാനും ടൗണിലേക്കാ. എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. മല്ലു കൊണ്ടാ ചീത്ത പറയും. ഇറങ്ങിക്ക. പ്ലീസ് അങ്ങനെ പറയല്ലോ, ഒരു അത്യാവശ്യ കാര്യത്തിനാ. ഓരോ അത്യാവശ്യം നടക്കില്ല മോളെ, വെറുതെ എന്റെ അത്യാവശ്യം നിലയിലാക്കാൻ വേണ്ടിട്ട്. ഇറങ്ങിക്ക. പ്ലീസ്. ദീദി, അയ്യോ, വണ്ടി എടുക്ക്, അവൾ എന്നെ അന്വേഷിച്ചു വരിക. വേഗം പ്ലീസ്. വണ്ടിന്ന് ഇറങ്ങി പോവാനാ പറഞ്ഞത്. വണ്ടി എടുക്ക്, തലമുണ്ട ഞാൻ അടിച്ച് പൊട്ടിക്കും. അങ്ങനെ മര്യാദക്ക് പറ, അല്ലാതെ ഒരുമാതിരി പേടിപ്പിച്ച് കാര്യം നടത്താൻ നോക്കല്ലേ. കേട്ടന്ന് എല്ലാം കറക്ക് കമ്പനികളാണല്ലോ. ചേട്ടാ, എന്തോ ദീദിയെ കണ്ടോ? പൂവല്ലോ ദീദി. ഏയ്, ഞാനെങ്ങും കണ്ടില്ല. ദീദി, ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സുന്ദരി സുന്ദരി ഒന്നിറങ്ങി വാ, നാളെ താലിമംഗളം. അതിനെക്കൊണ്ട് നീ പാട്ട് പാടിയിട്ടാണോടാ എരുമയെ കറക്കുന്നത്? കറക്കുന്നത് എരുമയെ അല്ലല്ലോ, പിന്നെ ഗോമാതാവിനെ. വായി നോക്കി നിൽക്കാതെ കറക്കാൻ നോക്കടാ.
ഒന്ന് കറന്നു നോക്കുന്നോ? ആരോഗ്യത്തിന് നല്ലതാ. എന്റെ ആരോഗ്യം ഞാൻ നോക്കിക്കോളാം. നീ നിന്റെ ജോലി ചെയ്താ മതി. പപ്പ, നാളെ ശ്വേതയെ പെണ്ണ് കാണാൻ കുറച്ചുപേര് വരുന്നുണ്ട്. നീ അവരെ ടൗണിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരണം. അയ്യേ, എന്തിനാ പപ്പനെ ബുദ്ധിമുട്ടിക്കുന്നേ? അക്കരെ ഞാനേറ്റളിയാ, നമ്മൾ കലക്കും. നീ എന്താ വിളിച്ചേ? പേടിച്ചാ പിന്നെ ഞാൻ എന്റെ അച്ഛനെ പോലും അളിയാന്നാ വിളിക്കുന്നത്. അഭ്യാസം എടുക്കണ്ട. നിന്റെ തമാശ കുറച്ച് കൂടുന്നുണ്ട്. വായി തോന്നിയത് വിളിച്ച് കൂവിയാണ്ടല്ലോ. എടാ ഹരി, നമ്മുടെ അച്ഛന്റെ കല്യാണം മുടക്കിയത് നീ മറന്നുവല്ലേ? നിന്നെ ഞാൻ ഓർമ്മിപ്പിക്കടാ. കഴിഞ്ഞില്ലേടാ ഇതുവരെ? ഒന്ന് വേഗം വരുമോ? നീയും വാ. ഓ, ഈ ടർബൻ തലയെ കെട്ടിയിട്ട് 5 മിനിറ്റിൽ 5ാമത്തെ തവണ മൂത്രമൊഴിക്കണേ. എന്നാ പിന്നെ അഴിച്ച് സ്ഥലം മാറ്റിക്കെട്ട്. പറയുന്ന കേട്ടാ തോന്നുന്നു യുവമാരുടെ മൂത്രസഞ്ചി തലയിലായിരിക്കുന്നതെന്ന്. അല്ല പിന്നെ ടെൻഷൻ അടിച്ചിട്ടാടേ. ആ സത്യം, ഈ ആൾമാറാട്ടം നടത്തുന്നവരെ സമ്മതിക്കണം. ചൊറിഞ്ഞിട്ട് പോയിടാ പണ്ടാറം. എനിക്കും എന്തായാലും രണ്ടിനും സിക്കുകാരുടെ ലുക്കുണ്ട്. എന്റെ പൊന്ന് ദൈവമേ, ലോകത്ത് ഒരു സിക്കുകാരന് ഇത്രയും ഓഞ്ഞ ലുക്ക് കൊടുക്കരുതേ. പരമ കഷ്ടം. ഈ സെന്റി അടിച്ചിട്ട് വെയിറ്റില്ലെങ്കിൽ ദാ ഈ കുപ്പി എടുത്ത് കാണിക്കണം. ഇങ്ങനെ വിഷമാണ്. നിങ്ങൾ ഈ കല്യാണത്തിന് സമ്മതിച്ചാൽ ഞാൻ ഈ വിഷം കഴിച്ച് ഇവിടെ ഈ വീട്ടിൽ തൂങ്ങിച്ചാകും. പിടിച്ചേ, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞേക്കണം. ഹലോ, ഇതുപോലെ മിതമായിട്ട് ചെയ്യണം, ഓവർ ആക്കരുത്. അതെ, ഇവനിത് ഓവറാക്കും. അതല്ലടാ, ഇതൊക്കെ വിശ്വസിക്കുവോ? പിന്നെ വിശ്വസിച്ചിട്ടുണ്ട്. ആണോ? ആ, അതൊക്കെ പോട്ടെ. എന്താ നിങ്ങളുടെയൊക്കെ പേര്? ഞാൻ കാർത്തി. ഞാൻ പപ്പൻ. ഇത് സുശീലൻ അല്ലേ? ഓ, ചളവാക്കും. ഇത് വിനു സിംഗ്, ഇത് സുഗു സിംഗ്. ഈ വിനു സിംഗും സുഗു സിംഗും നല്ല പച്ച മലയാളം പോലെങ്കിൽ പഞ്ചാബി പറഞ്ഞാൽ മതി. അയ്യോ, പച്ച മലയാളം പോലൊന്നും പഞ്ചാബി പറയാൻ പറ്റില്ല. സത്യമായിട്ട് എനിക്ക് അറിയില്ല. ഈടാ നല്ല പച്ച പഞ്ചാബി. അതെങ്ങനെ? ഞാൻ പറഞ്ഞു തരാം. വെരി സിമ്പിൾ. അതായത് മറ്റേ ഈ പറഞ്ഞോളൂ. മറ്റേ ഇതല്ലടാ ഇതോ. നീയൊക്കെ ലോകത്തുള്ള ഏത് മലയാളം ഭാഷ വേണോ പറഞ്ഞോ. മല്ലുവിന്റെ പെങ്ങൾ ശ്വേതയുടെ കല്യാണം നമുക്ക് മുടങ്ങി കിട്ടണം. അത്രേ ഉള്ളൂ. എനിക്കും ഭ്രാന്താവും. അല്ല, ഇപ്പൊ തന്നെ ഒന്നുകൂടെ ആലോചിച്ചിട്ട് എങ്ങനെയെങ്കിലും ആലോചന മുടക്കാൻ ആവശ്യമുള്ള എല്ലാ ഗിയറും ഉണ്ട്. ദൈവമേ, സുഗു സിംഗിനെയും വിനു സിംഗിനെയും കാത്തോണേ. മോനെ നിക്ക്, ഞാൻ പറയട്ടെ. എനിക്കറിയാം ഈ കല്യാണം കളിക്കുന്നത് അവനാ. മോനെ, അമ്മ ഇതിൽ ഇടപെടണ്ട. നല്ല സഹകരണം. പപ്പ, എനിക്കറിയണം കാർത്തിയാണോ അവിടെ ചെന്ന് ശ്വേതയുടെ കല്യാണം നടന്ന ആത്മഹത്യ എന്ന് പറഞ്ഞത്? അയ്യോ, കാർത്തിയൊന്നുമല്ല. ഇത് 2 സിക്കാരാ, ഒരു വിനു സിംഗും ഒരു സുഗു സിംഗും. അത് നിനക്കെങ്ങനെ അറിയാം? അത് പിന്നെ ഈ പോയവർക്ക് 2 പേർക്കും തലയില് പോയവര് സിക്കാരാ. ഞാൻ അവരോട് പറഞ്ഞത്. ഞാൻ അന്വേഷിച്ചു. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. വാ. നിന്നെ കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നേ. എടാ, നീ എന്റെ ആ ചതയ നക്ഷത്രം ഒന്ന് വായിച്ചേ. ചതയോ? ചതയം. ധനനഷ്ടം, മാനഹാനി, ബന്ധുജനങ്ങളുടെ അപ്രീതി, ഉദരരോഗം, മൂലക്കുരു, രക്താർബുദം എന്നീ വ്യാധികൾക്ക് സാധ്യത. ഇതിനേക്കാളും ഇവര് മരിക്കുമെന്ന് എഴുതിയാ പോരാ. വെള്ളി ശനി ദിവസങ്ങൾ ഉത്തമം ആയി കാണുന്നില്ല. ഇന്നേതാ ദിവസം? ശനി. ഔ, ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ. ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. സുശീല, എന്നെ ആരോ വിളിച്ചു. പപ്പ, എന്തോ ചങ്കൂറ്റം ഇല്ലാത്ത ഏതോ ഒരു നാറി എന്റെ പെങ്ങടെ കല്യാണം മുടക്കി. അവന്റെ അമ്മൂമ്മയുടെ ഒരു ഫാൻസി ഡ്രസ് ഏത് ഇരുട്ടത്തൊളിച്ചാലും ഒരു ദിവസം എനിക്ക് അവനെ വെളിച്ചത്ത് കിട്ടും. കിട്ടും. കണക്ക് തീർക്കുകയും ചെയ്യും. കണക്ക് തീർക്കാമെന്നാണോ? അതേന്ന് പറടാ. അതേന്ന് കൂട്ടിക്കും. ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്.
ഇന്നത്തെ കണക്കോട് ചേർത്ത് 14,343 രൂപ. ബാക്കി 2 ദിവസത്തിനുള്ളിൽ തരാം. അവൻ 2 ദിവസത്തിനുള്ളിൽ ബാക്കി തന്നേക്കാന്ന് പറഞ്ഞു. നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതാ ഞാൻ, തമാശ എന്റെ പെങ്ങളോട് വേണ്ടാന്ന്. ഇനിയൊരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടാവില്ല. ഇനി ഒരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടാവില്ല. സ്വന്തം തന്തയ്ക്കും തള്ളയ്ക്കും ഇല്ലാത്ത വിഷമം എന്തിനാണോ പോയി ഡ്യൂപ്ലിക്കേറ്റ് ചേട്ടന്? തൊട്ടിത്തരം പറഞ്ഞാണ്ടല്ലോ ആ നാക്കിനാ പിഴുതെടുക്കും. വേണ്ട, ഇങ്ങോട്ട് വന്നേ, ഒന്ന് പറയട്ടെ. നിങ്ങൾ എന്ത് പണിയായി കാണിച്ചത്? ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാടാ, ഒറിജിനൽ ആണോന്ന് അറിയാം. ഒറിജിനൽ തന്നെയാ, ഹരീന്ദ്ര സിംഗ്. ഒരുമാതിരി കോപ്പിലെ ടെസ്റ്റിംഗ് ആയി പോയി. ആ ദേ വരുന്നു. ആംബുലൻസ് വിളിച്ചിട്ട് കിട്ടിയില്ല. അത്യാവശ്യ സാധനങ്ങളുമായിട്ട് ഇങ്ങ് പോന്നു. എവിടെ കേടാ മുറിവ്? നിനക്കൊന്നും പറ്റിയില്ലേ? ഇല്ല, ഇന്നത്തേക്ക് വേണ്ടാന്ന് വെച്ചു. ആര്, നീയോ? അല്ല, അവൻ. അപ്പൊ ഇത് വേസ്റ്റ് ആയില്ലേ? അതെ, കവലയിൽ ഒന്നും നിർത്തണം കേട്ടോ. എനിക്ക് നാട്ടിലേക്ക് ഒരു മണി ഓർഡർ അയക്കാനുണ്ട്. ഓ, ചേട്ടന്റെ നാട് എവിടെയാ? മണ്ണാന്തൊടി. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് മുത്തശ്ശിയും പിന്നൊരു അനിയത്തിയും. അനിയത്തിയാ? അതെ. ഇതോ? ചേച്ചി നല്ല സുന്ദരിയാണല്ലോ. ഭയ്യ, ദേഖോ ഭയ്യ. ഇവളുടെ കല്യാണം കഴിഞ്ഞാണോ? അല്ല, അവൾക്ക് ഒരാളെ ഇഷ്ടാ. കുട്ടിക്കാലം മുതലേ തുടങ്ങിയതാ. കല്യാണം കഴിക്കുകയാണെങ്കിൽ അയാളെ മാത്രമെന്ന് അവള്. പ്രേമം കൊന്നുകളയണം. ഞാനാണെങ്കിൽ അതാ ചെയ്യ. കൊന്നുകളയാം, പക്ഷെ ഒരേ രക്തമാകുമ്പോ അത് അത്ര എളുപ്പമല്ല. ആ തിരിച്ചറിവ് അവക്കുണ്ടെങ്കിൽ നല്ലത് പറഞ്ഞ അനുസരിക്കും. അനുസരിപ്പിക്കണം. പപ്പ, വണ്ടി നിർത്ത്. ഞാൻ വന്നേക്കാം. എനിക്കിവിടെ ഒരാളെ കാണാനുണ്ട്.